അപ്പോൾ ഇന്ന് നമ്മൾ ഇഷാനെയും സേറേനെയും കൊണ്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടി വിൽട്ടൺ റെസ്റ്റോറൻറ്റിൽ പോകുന്നതാണ്. സേറേൻ്റെ കയ്യിൽ ആവശ്യത്തിലധികം പൈസ ഉള്ളതുകൊണ്ട് ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. മെനു കിട്ടിയപ്പോൾ മുതൽ പിന്നെ ഇഷയ്ക്കാണ് ഈ റോഡ് മുഴുവൻ. അതിപ്പോൾ ഓൺലൈനിലാണെങ്കിലും റെസ്റ്റോറൻറ്റിലാണെങ്കിലും ഓർഡർ ചെയ്യുന്ന മുഴുവൻ ഇഷയായിരിക്കും. പേപ്പർ മാറ്റ് വെക്കുമ്പോൾ ഇവർ കുട്ടികൾക്ക് പ്രത്യേകം വെക്കും. അതിൻ്റെ കൂടെ അവർക്ക് അതിൽ വരയ്ക്കാനുള്ള പെൻസിലും കാര്യങ്ങളെല്ലാം കൊടുക്കും. അതിലൂടെ കുട്ടികൾക്ക് ഇവർ കൊടുക്കുന്ന ഒരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് ഇഷ ആദ്യം ഓർഡർ ചെയ്ത ഡോനറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇഷ അത് ആസ്വദിച്ച് കഴിക്കുമ്പോൾ തന്നെ അതിൽ കൈയിട്ട് വാരി തിന്നുന്നതാണ് ഈ സേറേൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ്. ആപ്പറ്റൈസറായിട്ട് പറഞ്ഞത് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പാണ്. സേറേൻ്റെ ഫേവറേറ്റ് ഐറ്റമാണ്. അടുത്തത് വന്നതും സ്ഥിരം ഐറ്റം തന്നെ, ചിക്കൻ നൂഡിൽസ്. അങ്ങനെ സ്പെഷ്യലായിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോഴാണ് ചീസ് ചിക്കൻ പോക്കറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ അത് ഓർഡർ ചെയ്തു. അത് വിൽട്ടണിൽ ഒരു സ്പെഷ്യൽ സ്നാക്കാണെന്നാണ് കേട്ടോ അവർ പറഞ്ഞത്. കുറച്ചുപ്പ് കൂടിയതുപോലെ തോന്നിയത് ഒഴിവാക്കിയാൽ അതെല്ലാവർക്കും നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഫുഡിൻ്റെ ടേസ്റ്റിനെക്കാട്ടിലും മേലെ സത്താർക്കേൻ്റെയും സ്റ്റാഫിൻ്റെയൊക്കെ സർവീസ് വളരെ ഫേമസ് ആണ്. അത് ലക്കിടിയിലുള്ള റെസ്റ്റോറൻറ്റിലും മോശമൊന്നുമല്ല. അത് ബത്തേനിനെക്കാട്ടിലും ഒരു പടിക്ക് മുകളിൽ നിൽക്കുന്നുണ്ടെങ്കിലേ ഉള്ളൂ. പക്ഷെ അതിലൊക്കെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇവർ കൊടുക്കുന്നൊരു പ്രയോറിറ്റിയാണ്. അവിടുത്തെ ടി വിയിൽ പോലും നോക്കുക, കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ വെച്ചിരിക്കുന്നു. വന്നിരിക്കുമ്പോൾ തന്നെ കുട്ടികൾക്കുള്ള പസിൽസും കളർ ചെയ്യാനുള്ള മെറ്റീരിയൽസും ഒക്കെ കൊടുക്കും. കുട്ടികൾക്ക് ഇവർ കൊടുക്കുന്ന ഒരു പ്രയോറിറ്റി. അതുകൊണ്ട് തന്നെ കുട്ടികളെയും കൊണ്ട് വരാൻ പറ്റിയ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റാണ് എൻ്റെ അഭിപ്രായത്തിൽ വിൽട്ടൺ റെസ്റ്റോറൻറ്റ്. ഇപ്പോൾ വയനാട്ടിലുള്ളവർക്കും വയനാട്ടിലേക്ക് വരുന്നവർക്കും പ്രത്യേകിച്ച് കുട്ടികളുമായിട്ട് വരുന്നവർക്ക് വിൽട്ടൺ ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും.